എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മിഥുനൻ രാശിയിൽ ഉൾപ്പെട്ട മകേരിയം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഫെബ്രുവരി മാസം സംഭവിക്കാൻ പോകുന്ന 7 കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ജ്യോതിഷമനുസരിച്ച് രാശിചക്രത്തിലെ 3ാമത്തെ രാശിയാണ് മിഥുനം. ഈ രാശിയുടെ അധിപൻ വിദ്യയുടെയും ബുദ്ധിയുടെയും ഗ്രഹമായ ബുധനാണ്. 2026 ഫെബ്രുവരി മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ഇപ്പോൾ ജാതകത്തിലെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 8ാം ഭാവം എന്നത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, രഹസ്യങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. എന്നാൽ ബുധൻ അവിടെ ഒറ്റയ്ക്കല്ല. സൂര്യൻ, ചൊവ്വ, ശുക്രൻ എന്നീ 3 ഗ്രഹങ്ങൾ കൂടി ബുധനോടൊപ്പം അവിടെയുണ്ട്. ഇങ്ങനെ 4 ഗ്രഹങ്ങൾ ഒരേ ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഭാഗ്യത്തിന്റെയും അറിവിന്റെയും ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് വ്യക്തിത്വ വികാസത്തിനും നല്ല ചിന്തകൾക്കും സഹായിക്കും. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളെ നേരിടാൻ കരുത്തു പകരുകയും ചെയ്യും. ജോലിയെയും കരിയറിനെയും സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ഇതിനെ കർമ്മഭാവം എന്ന് വിളിക്കുന്നു. ശനി 10ൽ നിൽക്കുന്നത് ജോലിയിൽ കഠിനാധ്വാനം ആവശ്യമാണെന്ന് കാണിക്കുന്നു. 9ാം ഭാവം ഭാഗ്യത്തെയും ദൂരയാത്രകളെയും സൂചിപ്പിക്കുന്നു. രാഹു ഇവിടെ നിൽക്കുന്നത് വിദേശയാത്രകൾക്കോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഉള്ള താല്പര്യം വർദ്ധിപ്പിക്കും. ധൈര്യത്തിന്റെയും സഹോദരങ്ങളുടെയും സ്ഥാനമായ 3ാം ഭാവത്തിലാണ് കേതു. ഇത് നിങ്ങൾക്ക് മാനസികമായ ധൈര്യം നൽകുമെങ്കിലും സഹോദരങ്ങളുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധ നന്നായിരിക്കും. മിഥുനൻ രാശിക്കാരുടെ രാശിയാധിപൻ ബുധനാണ്. നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും നിയന്ത്രിക്കുന്നതിൽ ബുധന് വലിയ പങ്കുണ്ട്. ഫെബ്രുവരി 4 വരെ നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ അനുകൂലമല്ലാത്ത ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനാൽ മാസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. പനി, ജലദോഷം, അലർജി, പല്ലുവേദന, വിട്ടുമാറാത്ത തലവേദന എന്നിവ ഈ സമയത്ത് നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. ഫെബ്രുവരി 4 തീയതിയോടെ ബുധൻ 9ാം ഭാവത്തിലേക്ക് മാറുന്നു. ജ്യോതിഷത്തിൽ 9ാം ഭാവം എന്നത് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സ്ഥാനമാണ്. ബുധന്റെ ഈ മാറ്റത്തോടെ നേരത്തെ അനുഭവിച്ചിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വീണ്ടെടുക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തോന്നുകയും ചെയ്യും. വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ സമയം ആശ്വാസം ലഭിക്കും. ഈ മാസത്തെ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ബുധൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു എന്നതാണ്. ഇത് ശാരീരികമായ അസുഖങ്ങളെക്കാൾ കൂടുതൽ മാനസികമായ ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമായേക്കാം. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അനാവശ്യമായി ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉറക്കക്കുറവിനും മാനസിക സമ്മർദ്ദത്തിനും വഴിവെക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തതയില്ലാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുക. ഫെബ്രുവരി ആദ്യവാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. എങ്കിലും അനാവശ്യ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കാൻ മെഡിറ്റേഷനോ യോഗയോ ശീലിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. ജ്യോതിഷത്തിൽ 5ാം ഭാവം എന്നത് വിദ്യ, ബുദ്ധി, ഗ്രഹണശക്തി, സർഗാത്മകത എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. മിഥുന രാശിക്കാർക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ വലിയ പുരോഗതിയാണ് കാണുന്നത്. നിങ്ങളുടെ 5ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. ഫെബ്രുവരി 6 തീയതിയോടെ ശുക്രൻ 9ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ഇതിന്റെ ഫലമായി പഠനത്തിൽ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. കല, സാഹിത്യം, ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ മാറ്റം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം 5ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവും ആഴത്തിലുള്ള അറിവും നിങ്ങൾക്ക് ലഭിക്കും. സങ്കീർണമായ വിഷയങ്ങൾ പോലും വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപുള്ള മാസങ്ങളിൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക്
ഫെബ്രുവരി 5 ശേഷം വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. മനസ്സ് കൂടുതൽ ശാന്തമാവുകയും പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ജ്യോതിഷത്തിൽ വിദ്യയ്ക്കും ബുദ്ധിക്കും എന്നതുപോലെ തന്നെ പ്രണയത്തിനും സ്നേഹബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് 5-ാം ഭാവം. പ്രണയത്തിന്റെ ഗ്രഹമായ ശുക്രനും നിങ്ങളുടെ രാശിയാധിപനായ ബുധനും ഈ മാസം നിങ്ങളുടെ ജാതകത്തിലെ 9-ാം ഭാവത്തിൽ ഒന്നിച്ചു ചേരുന്നു. ഇത് പ്രണയബന്ധങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. പ്രണയത്തിൽ വെറും ആകർഷണം എന്നതിലുപരിയായി ആഴത്തിലുള്ള വികാരങ്ങളും ആത്മബന്ധവും ഈ മാസം അനുഭവപ്പെടും. പരസ്പരം കൂടുതൽ അടുത്തറിയാൻ ഈ സമയം സഹായിക്കും. നിങ്ങളുടെ പ്രണയബന്ധത്തെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. പങ്കാളിയുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കുവാനും അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. പ്രണയകാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ള സമയമാണിത്. അതിനാൽ ഒളിച്ചോടുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാതെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ നല്ല സമയം പരമാവധി പ്രയോജനപ്പെടുത്തണം. ജ്യോതിഷത്തിൽ ജാതകത്തിലെ 7-ാം ഭാവമാണ് വിവാഹം, ദാമ്പത്യം, ജീവിത പങ്കാളി എന്നിവയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ 7-ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നുകൊണ്ട് 7-ാം ഭാവത്തെ നോക്കുന്നു. ഇത് ദാമ്പത്യത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ്. എങ്കിലും ചില ഗ്രഹസ്വാധീനങ്ങൾ കാരണം ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. ഫെബ്രുവരി ആദ്യവാരത്തിൽ വലിയ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങളും പങ്കാളിയും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് പങ്കാളിയോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുന്നത് വിയോജിപ്പുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഫെബ്രുവരി 7-8 തീയതികൾ കഴിയുന്നതോടെ ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയുള്ളതിനാൽ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്രകൾ പോകാനും ഈ കാലയളവ് അനുയോജ്യമാണ്. ഈ മാസം നിങ്ങളുടെ 7-ാം ഭാവത്തെ ശനി ദൃഷ്ടി ചെയ്യുന്നു. ഇത് കാരണം നിങ്ങളുടെ ജീവിത പങ്കാളി ചില കാര്യങ്ങളിൽ അമിതമായ വാശി കാണിക്കാൻ സാധ്യതയുണ്ട്. താൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ നടക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചേക്കാം. തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാതെ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നത് കുടുംബസമാധാനം നിലനിർത്താൻ സഹായിക്കും. മാസത്തിന്റെ 2-ാം പകുതിയിൽ വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ദാമ്പത്യം സന്തോഷകരമായി മുന്നോട്ടു പോകും. ജ്യോതിഷത്തിൽ ജാതകത്തിലെ 9-ാം ഭാവം ഭാഗ്യത്തെയും 10-ാം ഭാവം കരിയറിനെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ തീരുമാനങ്ങൾ നീണ്ടുപോകുന്നതോ ആയ സാഹചര്യം ഉണ്ടായേക്കാം. ഒരു കാര്യത്തിലും അമിതമായ ധൃതി കാണിക്കരുത്. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങളുടെ ജോലിയെ സൂചിപ്പിക്കുന്ന 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ഏതെങ്കിലും ജോലി ബുദ്ധിമുട്ടാണെന്ന് കരുതി അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കരുത്. ഈ മാസത്തെ കഠിനാധ്വാനത്തിന്റെ യഥാർത്ഥ ഫലം വരാനിരിക്കുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. ശനി കർമ്മഫലദാതാവാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക. തെറ്റായ വഴികളിലൂടെയുള്ള സമ്പാദ്യമോ അഴിമതിയോ നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ ചാടിച്ചേക്കാം. ജോലിസ്ഥലത്തെ ഗ്രൂപ്പ് കളികളിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ വിട്ടുനിൽക്കണം. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ കരിയറിൽ വലിയൊരു മുന്നേറ്റമോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. ഫെബ്രുവരി 4 ശേഷം ബിസിനസ്സിൽ ഉണർവുണ്ടാകും. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശാധിപനായ ബുധൻ അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതോടെ ബിസിനസ്സിൽ പുതിയ പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരിയോ.